റാൻഡം വേരിയബിൾ എന്താണെന്നായിരുന്നു? റാൻഡം വേരിയബിൾ എന്തായിരുന്നു? ഒരു ഫംഗ്ഷൻ ആണ്. എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. സാമ്പിൾ സ്പേസിൽ നിന്നും ഡിഫൈൻ ചെയ്യുന്ന, സാമ്പിൾ സ്പേസിൽ നിന്നും റിയൽ ലൈനിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ റാൻഡം വേരിയബിൾ എന്താന്ന് പറഞ്ഞു? റാൻഡം വേരിയബിൾ ഒരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ എക്സാമ്പിൾ കാണിച്ചു അല്ലേ? നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഫോളോ ചെയ്താൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിനേക്കാളും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഈ മോഡ്യൂളിൽ ടെക്സ്റ്റ് മാറ്റിയത്. ചോദിക്കാം. Random variable. Intuitively, by a random variable, we mean a real number x connected with the outcome of a random experiment E. For example, if E consists of two tosses of a coin, we may consider the random variable which is the number of heads. അപ്പം നമ്മൾ ഒരു എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്യാണ്. ടോസിങ് ഓഫ് ടു കോയിൻസ്, രണ്ട് കോയിൻ ടോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഔട്ട്കം എന്തൊക്കെ വരും? രണ്ട് കോയിൻ ടോസ് ചെയ്യുമ്പം രണ്ടും ഹെഡ് വരാം. അപ്പം എച്ച് എച്ച്, ഒന്ന് ഫസ്റ്റത്തെ ഹെഡ് വരാം, രണ്ടാമത്തെ ടെയിൽ വരാം. രണ്ടാമത്തെ ഔട്ട്കം എന്താണ്? എച്ച് ടി. പിന്നെ ആദ്യം ടെയിൽ വരാം, രണ്ടാമത് ഹെഡ് വരാം, ടി എച്ച്. രണ്ടും ടെയിൽ വരാം, ടി ടി. അപ്പൊ നമ്മുടെ ഔട്ട്കം സെറ്റ് എന്ന് പറയുന്നത് എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി ആയിരിക്കും. അപ്പം എക്സ് എന്ന് പറയുന്ന ഞാൻ റാൻഡം വേരിയബിൾ, ആ ഫംഗ്ഷൻ എക്സ് എന്ന് പറയുന്ന ആ റാൻഡം വേരിയബിൾ ഞാൻ എടുത്തേക്കുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. ഓരോ ഔട്ട്കത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പം വാല്യൂ ഓഫ് എക്സ് എന്താണ്? എച്ച് എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ എന്ത് വരും? 2 വരും. കാരണം അവിടെ രണ്ട് ഹെഡ് ഉണ്ട്. എച്ച് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹെഡ്, ടി എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്ന്, ടി ടിയിൽ 0 ഹെഡ് ഇല്ല. അപ്പൊ നമ്മളുടെ പിന്നെ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 2, 1, 0. അപ്പൊ നമ്മളുടെ ഔട്ട്കം സെറ്റ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി. എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ 1, 0, 1, 2. എന്നുവെച്ചാൽ ഇത് ഈ എക്സ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? സാമ്പിൾ സ്പേസിൽ നിന്നും റിയൽ ലൈനിലോട്ട് മാപ്പ് ചെയ്യുന്നു. Thus, to each outcome omega, there correspond to a real number x omega. Since the point of the sample space s correspond to outcome, this means that a real number which we denote by x of omega is defined for each omega belongs to s. ഈ ഒമേഗ എന്ന് പറയുന്നത് ഈ ഔട്ട്കം സെറ്റിലെ ഓരോ പോയിന്റിനെയാണ്. ഇവിടെ എച്ച് എച്ച് എന്ന് പറയുന്ന ഒരു സാമ്പിൾ സ്പേസിലെ ഒരു പോയിന്റ് അല്ലേ, അതൊരു ഒമേഗയാണ്. എച്ച് ടി എന്ന് പറയുന്നത് മറ്റൊരു ഒമേഗ. ഈ സാമ്പിൾ സ്പേസിലെ ഓരോ എലമെന്റിനെയാണ് ഒമേഗ എന്ന് പറയുന്നത്. അപ്പം ഓരോ ഒമേഗയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു എക്സ് ഓഫ് ഒമേഗ ഉണ്ട്, ഒരു പെർട്ടിക്കുലർ റിയൽ നമ്പർ ഉണ്ട്. നമുക്ക് ഇതിന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. നമ്മളിതൊക്കെ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ഈ ടെക്സ്റ്റ് മാറിയപ്പോൾ ആ ടെക്സ്റ്റിന്റെ ബേസിൽ ഒന്ന് പറയാണ്. Let S be the sample space associated with a given random experiment. A real valued function defined on S and taking values in R is called one-dimensional random variable. ഇതെന്ന് പറയുന്നത് one dimensional random variable ആണ്. ഇനി നമുക്ക് ഇപ്പൊ x എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പൊ ഞാൻ y എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ എടുത്തു, നമ്പർ ഓഫ് ടെയിൽസും കൂടെ എടുത്തു. y എന്ന് പറയുന്ന ഇതേ സെയിം സാമ്പിൾ സ്പേസിൽ ഞാൻ x എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ നമ്പർ ഓഫ് ഹെഡ്സ് എടുത്തു, y എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ വേരിയബിൾ എടുത്ത് നമ്പർ ഓഫ് ടെയിൽസ് എടുത്തു. അവിടെ രണ്ട് വേരിയബിൾ വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2-dimensional റാൻഡം വേരിയബിൾ കിട്ടും. ഒരു ഡേറ്റ സെറ്റിൽ നിന്ന് ഞാൻ രണ്ട് റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തു. അപ്പൊ നമുക്ക് 2-dimensional റാൻഡം വേരിയബിൾ ആണ് കിട്ടിയത്. ഇനിയിപ്പോ ഒരു ഡേറ്റ സെറ്റിൽ തന്നെ ഞാൻ n വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്. അപ്പൊ നമുക്ക് ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് n വാല്യൂസ് കിട്ടും. ഇവിടെ എച്ച് എച്ച് എന്ന് പറയുന്നത് ഒരു സെറ്റിലെ ഒരു ഔട്ട്കം ആണ്. എച്ച് എച്ച് എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹെഡ്സ് ആണ് എടുത്തേക്കുന്നത്, y എന്ന് പറയുന്ന നമ്പർ ഓഫ് ടെയിൽസ് ആണ്. അപ്പൊ എക്സ് ഓഫ് ഒമേഗ കറസ്പോണ്ടിങ് ടു എച്ച് എച്ച് എന്ന് പറയുന്നത് 2 ആണ് അല്ലെ. നമ്പർ ഓഫ് ഹെഡ്സ് ഫോർ എച്ച് എച്ച് എന്ന് പറയുന്നത് 2. പക്ഷെ y എന്ന് പറയുന്ന നമ്പർ ഓഫ് ടെയിൽസ് ആണ്. അപ്പൊ y ഓഫ് ഒമേഗ ഫോർ എച്ച് എച്ച് എന്താണ്? 0 ആണ്. എച്ച് എച്ചില് ടെയിൽ ഇല്ല. അങ്ങനെ നമ്മൾ എത്ര വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നോ അത്രയും പോയിന്റ്സ് ഉണ്ടാവും. ഒരു ഔട്ട്കം സെറ്റിലെ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അത്ര വാല്യൂസ് ഉണ്ടാവും. അപ്പം n റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ഔട്ട്കം സെറ്റിലെ ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് n വാല്യൂസ് ഉണ്ടാവും. നമുക്കപ്പം n-dimensional റാൻഡം വേരിയബിൾ കിട്ടും. If the function values are ordered pair of real numbers, the function is said to be 2-dimensional random variable. More generally, an n-dimensional random variable is simply a function whose domain is S and whose range is a collection of n tuples of real numbers. ഇതാണ് ഒരു റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാമ്പിൾ സ്പേസിൽ നിന്നും റിയൽ ലൈനിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇപ്പം ആ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ആണെങ്കിൽ അതിന് 2-dimensional റാൻഡം വേരിയബിൾ എന്ന് പറയും.
ഒരു n ടപ്പിൾ ആണെങ്കിൽ n ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ എന്ന് പറയും. ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ പറഞ്ഞു. എ റാൻഡം വേരിയബിൾ is a function of x of omega with a domain s and range minus infinity infinity such that for every real number a the event x of omega less than or equal to a belongs to the Borel field. ഇതെന്ന് പറഞ്ഞൊരു മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ആണ്. ഇനി ഒരു illustration നോക്കാം. We shall need to make probability statements about a random variable x such as p of x less than or equal to a. For the simple example given above, we should write നമുക്ക് probability of x less than or equal to x എന്ന് പറയുന്നത് less than or equal to a വരാൻ ഒരു പെർട്ടിക്കുലർ വാല്യൂ വരാനുള്ള പ്രോബബിലിറ്റി അതെങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. നമുക്കിപ്പോ പ്രോബബിലിറ്റി ഓഫ് ഇവിടെ മുന്നത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ് 0യും 1ഉം 2. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നമുക്ക് കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പൊ നമ്പർ ഓഫ് ഹെഡ്സ് ഒന്നിനേക്കാളും കുറവ് വരാനുള്ള ചാൻസസ് ഏതിലാണെന്നുള്ളത്. അപ്പം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഏതൊക്കെ കേസിലാണ്? ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പം ഒന്നെങ്കിൽ ആ ഒരു ഔട്ട്കത്തില് ഒരു ഹെഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഹെഡ് ഉണ്ടാവാനേ പാടില്ല. അതാണല്ലേ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ ഒന്നോ അതിൽ ചെറുതോ. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഏതാ 0 ആണ് എടുക്കാൻ പറ്റുന്ന വാല്യൂ. പക്ഷെ ഇവിടെ എടുത്തേക്കുന്നത് ഏതാണ്? ഏതൊക്കെയാ ഇപ്പൊ വരിക? എച്ച് ടി വരും, ടി എച്ച് വരും, ടി ടിയിൽ വരും. എച്ച് ടിയില് ഒരു ഹെഡേ ഉള്ളൂ, അപ്പൊ 1 വന്നു. ടി എച്ചില് ഒരു ഹെഡ് 1 വന്നു. ടി ടിയിൽ 0. എച്ച് എച്ച് എന്ന് പറയുന്ന ഔട്ട്കം വരുമോ? ഇല്ല, കാരണം അതിൽ 2 എണ്ണം ഉണ്ട്, 2 ഹെഡ് ഉണ്ട്. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 1നേക്കാളും ചെറുതാവാനുള്ള പ്രോബബിലിറ്റി ആണ്. അപ്പം നിങ്ങളുടെ ഇവിടെ ഔട്ട്കം സെറ്റ് എഴുതിയില്ലേ? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എച്ച് ടി ടി എച്ച്. ഇതല്ല വേണ്ടത്, എച്ച് എച്ച് അല്ല, പകരം ടി ടി ആണ് വേണ്ടത്. അതൊന്ന് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ടി ടി, എച്ച് ടി, ടി എച്ച്. അപ്പം ഈ ഇപ്പം പ്രോബബിലിറ്റി ഓഫ് ടി ടി, എച്ച് ടി, ടി എച്ച്, ഈ 4 ഔട്ട്കംസിൽ നിന്ന് 3 എണ്ണം കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 3/4. That is probability of x less than or equal to is simply the probability of the set of outcomes omega for which x of omega less than or equal to a. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ x of omega less than or equal to a എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. പിന്നെ 1 dimensional random variable will be denoted by capital letters. Capital letters യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റാൻഡം വേരിയബിൾ ഡിനോട്ട് ചെയ്യുക. x, y, z. അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് x of omega, y of omega എന്നൊക്കെ പറയും. ഇനി if x is a real number, the set of all omega in S such that x of omega equal to S is denoted by briefly x equal to x. x of omega, small x എന്ന് പറയുന്നത് ആ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂ ആണ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് ആ റാൻഡം വേരിയബിൾ, സ്മോൾ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് ആ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂ. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്താൽ ആ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2. അപ്പൊ സ്മോൾ എക്സ് എന്ന് പറയുന്നത് 0 ആകാം, 1 ആകാം, 2. അതാണ് പറയുന്നത്. അപ്പം ഇവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സിന് 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഇവിടെ നോക്കാം, ഈ ഔട്ട്കം സെറ്റില് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 കിട്ടാൻ എന്താണ്? പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 1 എന്താണ്? ഈ 4 എണ്ണത്തിൽ ഏതൊക്കെ കേസിലാണ് 1 വരുന്നത്? എച്ച് ടിന്റെ കാര്യത്തിലും ടി എച്ചിന്റെ കാര്യത്തിലും. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താണ്? ഈ 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ 2/4 ഈക്വൽ ടു 1/2. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താണ്? 1/2 എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഒമേഗ സച്ച് ദാറ്റ് എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു എക്സ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഒമേഗ സച്ച് ദാറ്റ് എക്സ് ഓഫ് ഒമേഗ ബിലോങ്സ് ടു എനേക്കാളും ചെറിയ ഇതിൽ വരാനുള്ള പ്രോബബിലിറ്റി. എക്സ് എന്ന് പറയുന്നത് എനേക്കാളും ചെറുതാവാനുള്ള പ്രോബബിലിറ്റി. അതാണ് ഇവിടെ ക്ലോസ്ഡ് ഇന്റർവൽ -∞ to a, ക്ലോസ്ഡ് ഇന്റർവൽ a. പ്രോബബിലിറ്റി ഓഫ് a ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് ഒമേഗ ഓപ്പൺ എ ക്ലോസ്ഡ് ബിയിൽ വരാനുള്ള പ്രോബബിലിറ്റി. ഇപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എ ഓർ എക്സ് ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ എന്താണ്? ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി കിട്ടാനുള്ള പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എ യൂണിയൻ എക്സ് ഈക്വൽ ടു ബി.
എന്നുവെച്ചാൽ എക്സ് ഈക്വൽ ടു ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബിയിൽ ഓർ ആണ് വരുന്നത്. രണ്ടാമത്തെ എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി, എക്സ് എയിലും ബിയിലും വരാനുള്ള പ്രോബബിലിറ്റി. പിന്നെ നമുക്ക് ബെർണോളി റാൻഡം വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു. ഇപ്പം എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 1 അല്ലെങ്കിൽ 0 മാത്രമേ എടുക്കുന്നുള്ളൂ. ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0, ഈ രണ്ട് വാല്യൂസ് മാത്രമാണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾസിനെയാണ് ബെർണോളി റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അങ്ങനെ എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. An experiment consists of rolling a die and reading the number of points on the upturned face. The most natural random variable x to consider is x of omega equal to omega. If we are interested in which whether the number of points is even or odd, we consider a random variable y defined as follows. അപ്പോൾ നമ്മൾ ഡൈ ത്രോ ചെയ്തു. ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് 6 ഫേസ് ആണ് ഉണ്ടാവുക, 1 2 3 4. അപ്പോൾ നമ്മൾ ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്, y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്. ഈ ഫേസ് ചെയ്യുന്ന നമ്മൾ ഡൈ ത്രോ ചെയ്യുമ്പോൾ വരുന്ന അപ്പർ മോസ്റ്റ് ഫേസ് ഈവൺ നമ്പർ ആണെങ്കിൽ നമുക്ക് ഈ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 0 ആയിട്ടും, ഓഡ് നമ്പർ ആണെങ്കിൽ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 1 ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഇവിടെ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും അല്ലെ. ഒന്നെങ്കിൽ ഈവൺ നമ്പർ അല്ലെങ്കിൽ ഓഡ് നമ്പറേ വീഴത്തുള്ളൂ. അപ്പൊ നമ്മൾ ആ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. അപ്പൊ ഇതെന്ന് പറയുന്നത് ബെർണോളി റാൻഡം വേരിയബിൾ ആണ്. അപ്പൊ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ പെയർ ഓഫ് ഫെയർ ഡൈ ഈസ് ടോസ്ഡ് ദെൻ എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ്, നമ്മുടെ ഡൈ എന്ന് പറയുന്ന 2 വട്ടം ടോസ് ചെയ്തു, 2 ഡൈ ത്രോ ചെയ്തു. അപ്പൊ നമ്മളുടെ സാമ്പിൾ സ്പേസ് എന്തൊക്കെയാ വരിക? സാമ്പിൾ സ്പേസിൽ ഏതൊക്കെ എലമെന്റ് ഉണ്ടാവുക? പെയർ ഓഫ് ഡൈസ് ആണ് ത്രോ ചെയ്തത്. അപ്പം എന്ത് വരാം? 2 പിന്നെ ഡൈയും ത്രോ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 1 വരാം അല്ലെ. 2 ഡൈയിലും 1 1 വരാം. അല്ലെങ്കിൽ ഒന്നിൽ 1 ഉണ്ടെങ്കിൽ 2 വരാം, 1 2 വരാം, 1 3 വരാം, 1 4 വരാം, 1 6 വരാം അല്ലെ. പിന്നെ ഏതൊക്കെ വരാം? 2 1 വരാം, 2 2 വരാം, 2 3, 2 4, 2 5, 2 6 വരാം, 3 1, 3 2. അങ്ങനെ ആ സാമ്പിൾ സ്പേസിൽ എത്ര ഉണ്ടാവും? 36 എലമെന്റ്സോളം ഉണ്ടാവും ആ സാമ്പിൾ സ്പേസിൽ. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ സാമ്പിൾ സ്പേസ് എന്താണ്? 36 വരും. അപ്പൊ ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ, എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് ഇമേജ് സെറ്റ് 1 2 3 4 5 6. അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 കിട്ടാനുള്ളത്, പി ഓഫ് എക്സ് ഈക്വൽ ടു 1 വരുന്നത് ഏതൊക്കെയാണ്? 1 1 വരുന്നത് 1/36. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു 2 കിട്ടാനുള്ളത്, 2 വരുന്നത് ഏതെങ്കിലും 2 1 2 2 1 2. അപ്പൊ 3/36. എക്സ് ഈക്വൽ ടു 3 വരുന്നതാണ് 3 1 3 2 3 3 2 3 1 3 5/36. ഇതുപോലെയാണ് നമ്മൾ എന്താ പറയാ, ഇങ്ങനെയാണ് നമ്മൾ ഒരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ കുറച്ച് തിയറംസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 x1 ഉം x2 എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ സി x1 പ്ലസ് x2 x1 x2 ഇതൊക്കെ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആയിരിക്കും. പിന്നെ മാക്സിമം ഓഫ് x1 x2 റാൻഡം വേരിയബിൾ ആയിരിക്കും, മിനിമം ഓഫ് x1 x2 റാൻഡം വേരിയബിൾ ആയിരിക്കും എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്നാണ് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അപ്പം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റാൻഡം വേരിയബിൾ ഉണ്ട്, എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ഓൺ ദ പ്രോബബിലിറ്റി സ്പേസ്. അവിടെ ആ ട്രിപ്ലറ്റ് കൊടുത്തിട്ടില്ലേ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ഓൺ ട്രിപ്ലറ്റ് എസ് ബി ടി. ഇതെന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രോബബിലിറ്റി സ്പേസ് എന്നാണ് പറയാം. എസ് എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ സ്പേസ്. ബി എന്ന് പറയുന്നത് ബോറൽ ഫീൽഡ് ഡിഫൈൻ ഓൺ ദ സാമ്പിൾ സ്പേസ്. ടി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി മെഷർ. അപ്പൊ ഈ ട്രിപ്ലറ്റിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ റാൻഡം വേരിയബിൾ ഈ പ്രോബബിലിറ്റി സ്പേസിൽ ഡിഫൈൻ ചെയ്ത റാൻഡം വേരിയബിൾ ആണ്. Then the function capital f of x, f suffix s എന്നൊന്നും കൊടുക്കണ്ട, നിങ്ങൾ f of x എന്ന് എഴുതിയാലും അത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ക്യാപിറ്റൽ f of x എന്ന് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പൊ ക്യാപിറ്റൽ f of x ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഒമേഗ സച്ച് ദാറ്റ് x of omega less than or equal to x is called the distribution function of x. അപ്പൊ നമ്മൾ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ക്യാപിറ്റൽ f of x വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. x എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ
ഒരു പെർട്ടിക്കുലർ വാല്യൂയിൽ നിന്നും വാല്യൂവിനേക്കാളും ലെസ് ദാൻ ആവാനുള്ള പ്രോബിലിറ്റി. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്ന് ഓർത്തിരിക്കാം. ഇനി ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. We now proceed to derive a number of properties common to all distribution function. ഇവിടെ നിങ്ങൾ പ്രോപ്പർട്ടി മാത്രം പഠിച്ചാൽ മതി. ഇതിന്റെ കൂടെ പ്രൂഫുകൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രൂഫ് പഠിക്കണ്ട. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് എഴുതുക. എന്നിട്ട് ഒന്നാമത്തെ പ്രോപ്പർട്ടി അതാ പറയുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതുക. ഈ പ്രൂഫ് ആവശ്യമില്ല. അപ്പൊ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഇഫ് എഫ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ് ആൻഡ് ഇഫ് എ ലെസ് ദാൻ ബി, എയും ബി ഒരു റിയൽ നമ്പർ ആണ്, എ ലെസ് ദാൻ ബി, then probability of a less than x less than or equal to b equal to f of b minus f of a. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളത് എന്താ അതിനത് മീൻ ചെയ്യുന്നത്? എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പം എഫ് ഓഫ് എക്സ് നമുക്ക് നമ്മുടെ ഗിവൺ ആണ്, തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പം നമ്മൾ പറയാണ് പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി കണ്ടുപിടിക്കാൻ പറയാണ്. അപ്പൊ നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതി കണ്ടുപിടിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? എഫ് ഓഫ് എക്സ് അറിയാലേ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആയി കൊടുത്തിട്ടുണ്ട്. എയും ബിയും ഒരു രണ്ട് റിയൽ നമ്പർ ആണ്. അപ്പൊ എഫ് ഓഫ് ബി കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സിലെ എക്സിന് ആൻഡ് ബി കൊടുത്തിട്ട് എഫ് ഓഫ് ബി കണ്ടുപിടിക്കുക. എഫ് ഓഫ് എ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി കിട്ടും. ഇതിന്റെ പ്രൂഫ് നിങ്ങൾ പഠിക്കണ്ട. അടുത്ത പ്രോപ്പർട്ടി നോക്കുക. പ്രോപ്പർട്ടി 2 എന്താണ്? ഇഫ് എഫ് എക്സ് എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൺ ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ എക്സ് ദെൻ ഒന്നാമത്തത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. രണ്ടാമത്തത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇഫ് എക്സ് ലെസ് ദാൻ വൈ. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ വാല്യൂ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. അതെന്തുകൊണ്ടാണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോബിലിറ്റി തന്നെയാണ്. പ്രോബിലിറ്റിന്റെ വാല്യൂ എന്താണ്? 0ന്റെയും 1ന്റെയും ഇടയിലാണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഒരു ടൈപ്പ് ഓഫ് പ്രോബിലിറ്റി ആണ്. അപ്പൊ അതിന്റെ വാല്യൂ എന്തിന്റെ ഇടയിലായിരിക്കും? 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. പിന്നെ രണ്ടാമത് പറഞ്ഞ എന്താണ്? എക്സ് ലെസ് ദാൻ വൈ. എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ആയിരിക്കും. എന്താ അത് മീൻ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. എന്താണ്? എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സ് ഇൻക്രീസ് ചെയ്യും. നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ. നിങ്ങൾ പിന്നെ ഇത് മാത്രം എഴുതിയാൽ മതി, പ്രോപ്പർട്ടി മാത്രം എഴുതിയാൽ മതി. പ്രോപ്പർട്ടി മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കാം. ഇഫ് എഫ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൺ ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ then f of minus infinity 0, f of infinity equal to 1. മൂന്നാമത്തെ പ്രോപ്പർട്ടി ആണ്. എഫ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി 0യും എഫ് ഓഫ് ഇൻഫിനിറ്റി 1ഉം ആയിരിക്കും. ഇതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. ഇനി നമ്മൾ പോകുന്നത് നമ്മൾ എന്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞായിരുന്നു അല്ലെ? എന്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ? ഇപ്പം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഡിസ്ക്രീറ്റ് വാല്യൂസ് എടുക്കാൻ പറ്റും. ഇപ്പൊ x1 x2 എക്സെട്ര xn നമുക്ക് ഏതാന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ കേസിൽ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 0, 1, 2 ആയിരുന്നു. ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരുന്നു. അപ്പൊ അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് എക്സാമ്പിൾ ആണ്. Discrete random variable. If the random variable takes at most a countable number of values, it is called a discrete random variable. In other words, a real valued function defined on a discrete sample space is called a discrete random variable. ഇനി നമുക്ക് എന്താണ് പറഞ്ഞതാണ്. ഇനി പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ is always associated with a discrete random variable. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ പറയുമ്പോഴാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പറയുക. എന്താണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ പറഞ്ഞു. അപ്പൊ മുന്നത്തെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? രണ്ട് കോയിൻ ടോസ് ചെയ്യുന്ന കേസിലുള്ള എന്താണ് എക്സ് വാല്യൂസ് എഴുതിയിട്ടുണ്ടായിരുന്നു. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണെങ്കിൽ ഓരോ ഔട്ട്കത്തിന് കറസ്പോണ്ടിങ് ആയ എക്സ് ഓഫ് ഒമേഗകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എക്സിന് എടുക്കാൻ പറ്റിയ വാല്യൂസും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും എഴുതുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസും അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും എഴുതുന്ന ആ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Probability mass function and probability distribution of a discrete random variable. Suppose x is one-dimensional discrete random variable taking at most a countable infinite number of values x1, x2, etc. with each possible outcome xi. We associate a number pi, p of xi, probability of xi, called the probability of xi. The number p of xi must satisfy the following condition. ഇങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, ആ പ്രോബബിലിറ്റി രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും കൂടെ വേണം. ഒന്നാമത്തെ എന്താണ്? പി ഓഫ് എക്സ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓരോ x1നും x2നും ഓരോ xiക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ എന്താണ്? സമ്മേഷൻ i ഫ്രം 1 to infinity p of xi ഈക്വൽ ടു 1. അപ്പം x1ന് ഒരു പ്രോബബിലിറ്റി ഉണ്ടാവും p of x1, x2ന് ഒരു പ്രോബബിലിറ്റി ഉണ്ടാവും p of x2, അപ് ടു എക്സെട്ര xn ഒരു പ്രോബബിലിറ്റി ഉണ്ടാവും p of xn. ഈ എല്ലാ പ്രോബബിലിറ്റികളും കൂടെ ആഡ് ചെയ്താൽ 1 കിട്ടണം. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. അപ്പൊ എന്താണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ? ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസിൽ ആ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന് എടുക്കാവുന്ന വാല്യൂസും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും എഴുതുന്നതിനാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കൂടാതെ ഈ പ്രോബബിലിറ്റീസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ആഡ് ചെയ്യുമ്പോൾ എല്ലാ പ്രോബബിലിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം. അതാണ് പ്രോബബിലിറ്റി. This function p is called the probability mass function of the random variable x, and the set xi p of xi is called the probability distribution of the random variable. ഇവിടെ നോക്കാം, നമ്മളൊരു കോയിൻ ടോസ് ചെയ്തു. അപ്പം എന്താ, ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. എന്റെ സാമ്പിൾ സ്പേസിൽ h അല്ലെങ്കിൽ t വരും. Let x be a random variable defined by x of h. നമ്മൾ x എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്ത x of h equal to 1. ഹെഡ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ എന്താണ് എക്സിന്റെ വാല്യൂ 1, ടെയിൽ ഒക്കർ ചെയ്യുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 0. ഇപ്പൊ നമ്മളൊരു ഫെയർ കോയിൻ ആണ്. ഫെയർ കോയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹെഡ് കിട്ടാനും ടെയിൽ കിട്ടാനും ഉള്ള ഈക്വൽ പ്രോബബിലിറ്റി വരുന്ന ആ കോയിനെയാണ് ഫെയർ കോയിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എച്ചും പി ഓഫ് ടിയും എന്താണ്, 1/2 ആണ്. എച്ച് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2, ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2. അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു 1. അപ്പം പി ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഹെഡ് കിട്ടുക. ഹെഡ് കിട്ടുമ്പം എക്സിന്റെ വാല്യൂ എന്താണ്, 1. എന്നിട്ട് പി ഓഫ് എച്ചിന് പകരം എങ്ങനെ എഴുതാം, പി ഓഫ് എക്സ് ഈക്വൽ ടു 1. പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഹെഡ് കിട്ടുക എന്നല്ല മീനിങ്. എന്നിട്ട് പി ഓഫ് എച്ച് ഈക്വൽ ടു 1/2. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്ത്, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ടി ഒക്കെ അറിയാം, അത് 1/2. ഇങ്ങനെ എക്സും എക്സ് ഈക്വൽ ടു എക്സിന് എടുക്കാവുന്ന വാല്യൂസ് വിത്ത് പ്രോബിലിറ്റിയാണ് നമ്മൾ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇവിടെ രണ്ട് പ്രോബിലിറ്റീസ് ആണല്ലേ, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1ഉം പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0യും. രണ്ടും 1/2 ആണ്, രണ്ടും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഈ രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 1/2 + 1/2 1 കിട്ടുന്നുണ്ട്. അവ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഡിസ്ക്രീറ്റ് കേസിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, നമ്മൾ ആദ്യം പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിരുന്നു. ഇപ്പൊ ഡിസ്ക്രീറ്റ് കേസിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ഡിസ്ക്രീറ്റ് കേസിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരിക്കും. നമ്മൾ ഡിസ്ക്രീറ്റ് കേസിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇൻ ദിസ് കേസ് there are a countable number of points x1, x2, etc. and numbers pi greater than or equal to 0 and summation pi equal to 1. such that f of x എന്ന് പറയുന്നത് എന്തായിരിക്കും, f of ഒരു പെർട്ടിക്കുലർ x എന്ന് പറയുന്നത് എന്താണ്, summation xi less than or equal to x pi അല്ലെങ്കിൽ summation p of xi less than or equal to x. For example, if xi is just the integer I, f of x is a step function having jump at pi at I and being constant between each pair of integers. എന്നുവെച്ചാൽ xi less than or equal to x, പ്രോബബിലിറ്റി ഓഫ് ഒരു പെർട്ടിക്കുലർ വാല്യൂയിൽ നിന്നും വാല്യൂന്ന് ചെറുതാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. An experiment consists of 3 independent tosses of a fair coin. നമ്മൾ 3 കോയിൻ ടോസ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഔട്ട്കം എന്താണ് വരിക, 3 കോയിൻ ടോസ് ചെയ്യുമ്പം ഔട്ട്കം സെറ്റ് എന്ത് വരും, ഒന്ന് HH എന്ന് വരും. 3 കോയിനാണ് ടോസ് ചെയ്യുന്നത്, 3ഉം ഹെഡ് കിട്ടാം. അപ്പം എന്താണ് HHH, അത് ഒന്നാമത്തെ ഔട്ട്കം. പിന്നെ എങ്ങനെ കിട്ടാം, HHT എന്ന് വരാം അല്ലെ, 2 ഹെഡ് 3 ടെയില്.
പിന്നെ എച്ച് ടി എച്ച് വരാം. ആദ്യത്തെ ഹെഡ്, രണ്ടാമത്തെ ടെയില്, പിന്നെ ഹെഡ്. പിന്നെ ടി എച്ച് എച്ച് എന്ന് വരാം. ആദ്യത്തെ ടെയില്, പിന്നെ രണ്ടെണ്ണം ഹെഡ്. പിന്നെ ടി ടി എച്ച് എന്ന് വരാം. ആദ്യത്തെ രണ്ടെണ്ണം ടെയില്, ലാസ്റ്റ് വൺ എച്ച്. പിന്നെ ടി എച്ച് ടി എന്ന് വരാം. ആദ്യത്തെ ടെയില്, രണ്ടാമത്തെ ഹെഡ്, പിന്നെ ടെയില്, അങ്ങനെ വരാം. പിന്നെ ലാസ്റ്റ് ടി 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 വരാം. മൂന്നും ടെയിൽ വരാം. അപ്പൊ ഇതൊക്കെയാണ് ഔട്ട്കം സെറ്റ് വരിക. ഔട്ട്കം സെറ്റ് ഏതാ വരിക? എച്ച് എച്ച്, എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, എച്ച് ടി ടി, ടി എച്ച് എച്ച്, ടി എച്ച് ടി, ടി ടി എച്ച്, ടി ടി ടി, അങ്ങനെ 8 ഔട്ട്കംസ് വരാം. ഇനി എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. നമ്പർ ഓഫ് ഹെഡ്സ്, ഓരോ ഔട്ട്കത്തിലെ നമ്പർ ഓഫ് ഹെഡ്സ്. വൈ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹെഡ് റൺസ്. ഹെഡ് റൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഹെഡ്, രണ്ടോ അതിലധികമോ ഹെഡ് ഒരുമിച്ച് വരാനുള്ള ഇതാണ് ഹെഡ് റൺസ് എന്ന് പറയാം. സെഡ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഹെഡ് റൺസ്. ആ ഹെഡ് റൺസിൽ എത്ര, അതിന്റെ ലെങ്ത് എത്രയാണ് എന്ന് വെച്ചാൽ അടുപ്പിച്ച് എത്ര ഹെഡ് വന്നിട്ടുണ്ട്. ഇപ്പം 2 ഹെഡ് അടുത്ത് വരികയാണെങ്കിൽ അതിനൊരു ഹെഡ് റൺ എന്ന് പറയാം. 3 ഹെഡ് വരികയാണെങ്കിൽ അതൊരു ഹെഡ് റൺ ആണ്. 4 ഹെഡ് വരികയാണെങ്കിൽ ഒരു ഹെഡ് റൺ ആണ്. അപ്പൊ 2 ഹെഡ് റൺ വരികയാണെങ്കിൽ അതിന്റെ ലെങ്ത് എന്താണ്? ലെങ്ത് എന്ന് പറയുന്നത് 2 എണ്ണം. 3 എണ്ണാണെങ്കിൽ ലെങ്ത് 3. അതാണ് മീൻ ചെയ്യുന്നത്. A head run being defined as consecutive occurrence of at least 2 heads, its length then being the number of heads occurring together in the 3 tosses of a coin. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് find the probability function of x, y, z, x plus y, xy and construct probability tables and draw their chart, probability chart. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾക്ക് എക്സ്പെരിമെന്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതുക. പിന്നെ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കുക. പിന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്തിന്റെയാണ്? എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും എക്സ് പ്ലസ് വൈന്റെയും എക്സ് വൈന്റെയും പ്രോബിലിറ്റി ടേബിൾസ് ഉണ്ടാക്കാനും അതിന്റെ ചാർട്ട് വരയ്ക്കാനുമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം എലമെന്ററി ഇവന്റ്സ്, ആ സാമ്പിൾ സ്പേസിൽ ഇവന്റ്സിനെ അങ്ങനെ ഒരു ടേബിൾ എഴുതി, ഒരു റോ ആയിട്ട് എഴുതി. അപ്പൊ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്താണ്? ദ നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഔട്ട്കം നോക്കി. ഫസ്റ്റ് ഔട്ട്കം എന്താണ്? എച്ച് എച്ച് എച്ച്. അപ്പം എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്താ? നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പൊ എച്ച് എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും? 3 വരും. 3 ഹെഡ് ഉണ്ട്. രണ്ടാമത്തെ ഔട്ട്കം എന്താണ്? എച്ച് എച്ച് ടി. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് വരും? 2. 2 ഹെഡ് അല്ലേ ഉള്ളത്. പിന്നെ മൂന്നാമത്തെ എച്ച് ടി എച്ച്. അപ്പൊ അവിടെ എത്ര ഹെഡ് വന്നു? 2. പിന്നെ എച്ച് ടി ടിയിൽ ഒരു ഹെഡ്, ടി എച്ച് എച്ചിൽ 2 ഹെഡ്, ടി എച്ച് ടിയിൽ 1 ഹെഡ്, ടി ടിയിൽ ടി ടി എച്ചിൽ 1 ഹെഡ്, ടി ടി ടിയിൽ 0, അവിടെ ഹെഡ് ഇല്ല. അപ്പൊ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഏതൊക്കെ വാല്യൂസ് എടുത്തു? 3 എടുത്തു, 2 എടുത്തു, 1 എടുത്തു, 0. അപ്പം ഈ ഒരു സെറ്റില്, ഈ ഒരു സാമ്പിൾ സ്പേസിൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഹെഡ്സ്, അതിനെടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 3, 2, 1, 0. അപ്പൊ നമ്മുടെ സാമ്പിൾ സ്പേസ് ഇതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. അപ്പം എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ എന്താണ്? 3, 2, 1, 0. അപ്പൊ എക്സിന്റെ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സിന് എടുക്കാൻ പറ്റിയ വാല്യൂസും കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസും. അപ്പൊ നമ്മൾ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇതുപോലുള്ള ടേബിൾ എഴുതുക. അപ്പൊ വാല്യൂ ഓഫ് എക്സ്, എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഇതൊക്കെയാണ് 0, 1, 2, 3. ഈ 0 എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഇവിടെ നോക്കുക. ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഈ റോയില് 0 എത്ര വട്ടം വന്നു? ഒരു വട്ടം അല്ലേ? ലാസ്റ്റ് ഒബ്സർവേഷൻ മാത്രമാണ് 0. അപ്പം ഈ 8 എണ്ണത്തില് 0 വന്നത് ഒരു വട്ടം എന്ന് വെച്ചാൽ 0 വരാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/8. 1/8. അതാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി 1/8 എന്ന് എഴുതി. ഇനി നമ്മൾ നോക്കാം. ഇനി അടുത്ത എന്താണ്? 0 കഴിഞ്ഞു. ഇനി 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു 1 ആവാനുള്ള പ്രോബിലിറ്റി. ഇവിടെ എത്ര കേസിൽ 1 വരുന്നുണ്ട്? 1, 2, 3. 3 കേസിൽ 1 വരുന്നുണ്ട്. എന്ന് വെച്ചാൽ 8 എണ്ണത്തിൽ 3 വട്ടം 1 വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള പ്രോബിലിറ്റി എന്താണ്? 3/8. അതാണ് 1ന് നേരെ 3/8 എന്ന് കൊടുത്തേക്കുന്നത്. ഇനി അടുത്തത് എക്സ് എടുക്കുന്ന വാല്യൂ എന്താണ്? 2. 2 എത്ര വട്ടം വന്നിട്ടുണ്ട്? 3 വട്ടം വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ എക്സ് ഈക്വൽ ടു 2 ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? 3/8. ഇനി എക്സ് ഈക്വൽ ടു 3 വരാനുള്ളത് ഒരു കേസേ ഉള്ളൂ. ആദ്യത്തെ കേസിൽ അത് 1/8. ഇങ്ങനെ ടേബിൾ ആക്കി എഴുതുന്നതിനെയാണ് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സിന് എടുക്കാൻ പറ്റിയ വാല്യൂസും കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസും. ഇനി നിങ്ങൾ ഇത് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണെങ്കിൽ 2 കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ?
ഈ പി ഓഫ് എക്സുകളൊക്കെ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആയിരിക്കണം. ഇവിടെ കൊടുത്തേക്കുന്ന 1/8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 അല്ലേ, 3/8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0, പിന്നെ 3/8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0, എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണ്. ഇനി ഈ പ്രോബബിലിറ്റി ഫംഗ്ഷൻസ്, ഈ പ്രോബബിലിറ്റീസ് ഒക്കെ കൂടെ, ഈ എല്ലാ പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം, 1 കിട്ടണം. ഇതൊക്കെ കൂടെ ആഡ് ചെയ്ത് നോക്കൂ. ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നുണ്ട്. 1/8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/8 പ്ലസ് 3/8 പ്ലസ് 3/8 പ്ലസ് 1/8 എന്ന് കിട്ടും, 8/8 കിട്ടും, ഈക്വൽ ടു 1. അപ്പം ഈ കേസിൽ എക്സിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമ്മൾ എഴുതി. അതിന്റെ ചാർട്ടാണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതെന്ന് പറയുന്നത് എക്സിന്റെ ചാർട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല, നിങ്ങൾ വരയ്ക്കാട്ടോ. എക്സിന് എങ്ങനെ വരയ്ക്കാം, നിങ്ങൾ എക്സ് ആക്സിൽ 0, 1, 2, 3 കൊടുക്കുക, എക്സിന് എടുക്കാൻ പറ്റിയ വാല്യൂസ് കൊടുക്കുക, വൈ ആക്സിൽ ആ പ്രോബബിലിറ്റീസ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ എന്താണ് 1-ന് ഉള്ളതും ഓരോന്നിനുള്ളതും മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വൈ നോക്കാം. വൈ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്താണ് ഡിഫൈൻ ചെയ്തത്, നമ്പർ ഓഫ് ഹെഡ് റൺസ്, രണ്ട് ഹെഡ് അടുത്ത്, രണ്ടോ അതിലധികമോ ഹെഡ്സ് അടുത്ത് വരുന്നത്. ഇവിടെ ഫസ്റ്റ് കേസിൽ HHൽ എത്ര റൺ ഉണ്ട്, ഒരൊറ്റ റണ്ണേ ഉള്ളൂ. കാരണം ഒരൊറ്റ ഇതിലാണ് ഒരു റൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രണ്ടോ അതിലധികമോ ഹെഡുകൾ ഒന്നിച്ച് എത്ര വട്ടം വരുന്നു, ഇവിടെ ഒരു സെറ്റ് ആണ് വരുന്നത്. അപ്പൊ HH എന്ന് പറയുന്നത് 1. HHTയിലും അതുപോലെ ഒരെണ്ണേ വരുന്നുള്ളൂ, HH എന്ന് പറയുന്ന ഒരെണ്ണേ വരുന്നുള്ളൂ, 1. HTHൽ റണ്ണ് വരുന്നുണ്ടോ, 2ൽ കൂടുതൽ ഹെഡ് അടുത്ത് വരുന്നുണ്ടോ, ഇല്ല, സോ 0. HTTയിൽ വരുന്നില്ല, സോ 0. THൽ വരുന്നുണ്ട് അല്ലെ, 2 ഹെഡ് അടുത്ത് വരുന്നുണ്ട്, സോ 1. THTയിൽ വരുന്നില്ല, 0. TTHൽ വരുന്നില്ല, 0. TTയിൽ വരുന്നില്ല, 0. അപ്പൊ ഇവിടെ y എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0ഉം 1ഉം മാത്രമാണ്. y എടുക്കുന്നത് 0ഉം 1ഉം മാത്രമാണ്. 0 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്, 0 എത്ര വട്ടം വരുന്നു, 5 വട്ടം വരുന്നു. അപ്പം 5/8, 1നോ 3/8. അപ്പൊ y-ന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതി നോക്കൂ. 0ഉം 1ഉം y എടുക്കുന്ന വാല്യൂസ് 0, 1. P of y എന്ന് പറയുന്നത്, P of 0 എന്ന് പറയുന്നത് 5/8, P of 1 എന്ന് പറയുന്നത് 3/8. ഇത് രണ്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണ്. ഇത് രണ്ടും കൂടെ ഈ രണ്ട് പ്രോബബിലിറ്റി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 കിട്ടുന്നുണ്ട്. സോ ഇത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ്. ഇത് അതിന്റെ ഗ്രാഫാണ് തൊട്ടടുത്ത് വരച്ചേക്കുന്നത്. 0ഉം 1ഉം എക്സ് ആക്സിൽ മാർക്ക് ചെയ്തു, വൈ ആക്സിൽ അതിന്റെ പ്രോബബിലിറ്റീസ് മാർക്ക് ചെയ്തു. 0ന്റെ വാല്യൂ എന്താണ്, 5/8, അത് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. 1ന് എന്താ കിട്ടുക, 3/8. ഇങ്ങനെയാണ് ഇതിന്റെ ചാർട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കാം. ഇനി അടുത്തത് സെഡ് എന്ന് പറയുന്നത് എന്താണ്, ദ ലെങ്ത് ഓഫ് ഹെഡ് റൺസ്, ഹെഡ് റൺസിന്റെ ലെങ്ത്. ഫസ്റ്റ് ഹെഡ് റൺസിൽ എത്ര ഉണ്ട്, 3 ഹെഡുകൾ അടുപ്പിച്ച് വരുന്നുണ്ട്, അപ്പം ലെങ്ത് 3. രണ്ടാമത്തേല് 2 ഹെഡുകളാണ് അടുത്ത് വരുന്നത്, സോ 2. മൂന്നാമത്തേല് പിന്നെ ഏതെങ്കിലും ഹെഡ് അടുത്ത് വരുന്നുണ്ടോ, ഇല്ല, 0. നാലാമത്തേലും വരുന്നില്ല, 0. അഞ്ചാമത്തേൽ 2 ഹെഡ് വരുന്നുണ്ട്, അപ്പൊ അതിന്റെ ലെങ്ത് 2. ഇതിനുള്ള കേസിലൊക്കെ 0. അപ്പം സെഡിന് എടുക്കാൻ പറ്റിയ വാല്യൂസ് എന്താണ്, 0, 2, 3. സെഡിന്റെ ടേബിൾ നോക്കുക. 0, 1 എടുക്കുന്നില്ല, ഇവിടെ എഴുതിയതേ ഉള്ളൂ. 0, 2, 3 എന്ന് എഴുതിയാൽ മതി. 0ന്റെ പ്രോബബിലിറ്റി എന്താണ്, P of 0 എന്താണ്, എത്ര വട്ടം 0 വരുന്നുണ്ട്, 5 വട്ടം 0 വരുന്നുണ്ട്, സോ 5/8. 2 എത്ര വട്ടം വരുന്നുണ്ട്, 2/8. 3 1/8. അപ്പൊ സെഡിന്റെ ടേബിൾ നോക്കുകയാണെങ്കിൽ 0 5/8, 2 2/8, 3 1/8. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സ് ആക്സിൽ സെഡിന് എടുക്കാൻ പറ്റിയ വാല്യൂസ് മാർക്ക് ചെയ്യുക. 0, 1, 2, 3 പ്രോബബിലിറ്റീസ് മാർക്ക് ചെയ്യുക. 1ന് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 5/8 വരും. 1ന് 0 മാർക്ക് ചെയ്യുക. 2ന് 2/8 വരും. 3ന് 1/8 വരും. ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക. ഇനി എന്താ ഉള്ളത്, എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എങ്ങനെ കണ്ടുപിടിക്കുക, ഈ എക്സിന്റെ റോയും വൈന്റെ റോയും തമ്മിൽ ആഡ് ചെയ്താൽ മതി. എക്സ് ഫസ്റ്റ് ഒബ്സർവേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് x3, y1. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 4 വരും. രണ്ടാമത്തത് x2, y1. 2 + 1 3. ഇങ്ങനെ വരുമ്പോൾ ഏതൊക്കെ വാല്യൂസ് എടുക്കാം എക്സ് പ്ലസ് വൈക്ക്, 4, 3, 2, 1. 0, 1, 2, 3, 4 ഈ 5 വാല്യൂസ് എടുക്കാം. ഇനി 0 എത്ര വട്ടം വരുന്നുണ്ട്, 1 വട്ടം. അപ്പൊ 0 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/8. 1 കിട്ടാനുള്ളതോ, 1 3 വട്ടം വരുന്നുണ്ട്, സോ 3/8 ആണ് 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി. 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്, 2 1 വട്ടം വരുന്നുള്ളൂ, സോ 1/8. 3 2 വട്ടം വരുന്നുണ്ട്, സോ 2/8. 4 1 വട്ടം വരുന്നുണ്ട്, 1/8. നമുക്ക് അതിന്റെ ടേബിൾ
ലെറ്റ് യു നമ്മൾ ഈ എക്സ് പ്ലസ് വൈനെ യു എന്ന് വിളിക്കുകയാണ്, ജസ്റ്റ് കോൾ ചെയ്യുന്നു. ഇപ്പൊ 0, 1, 2, 3, 4 ആണ് യുന് എടുക്കാൻ പറ്റിയ വാല്യൂസ് ആൻഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റീസും. പ്രോബിലിറ്റീസ് ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നുണ്ട്. അതിന്റെ ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെന്താണ് എക്സ് വൈയുടെ ഗ്രാഫ്. എക്സ് വൈന്റെ വാല്യൂസ് എങ്ങനെ കിട്ടും? എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ് ഫസ്റ്റ് ഒബ്സർവേഷൻ കറസ്പോണ്ടിങ് എക്സ് 3, രണ്ടാമത്തെ 1, 3 into 1 3, 2 into 1 2, 2 into 0 0. നമുക്ക് ഏതൊക്കെ വാല്യൂസ് ആണ് എക്സ് വൈക്ക് കിട്ടുന്നത്? 0യും 2ഉം 3. 0 എത്ര വട്ടം വരുന്നുണ്ട്? 5 വട്ടം. അപ്പൊ 0 കിട്ടാനുള്ള പ്രോബിലിറ്റി 5/8. 2 എത്ര വട്ടം വരുന്നുണ്ട്? 2 വട്ടം, 2/8. 3 എന്ന് പറയുന്നത് 1 വട്ടം, 1/8. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് ഗ്രാഫ്. ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരിക കേട്ടോ. പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതാൻ പറ്റുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സാമ്പിൾ സ്പേസ്, അന്ന് എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസ് എഴുതുക. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്താണെന്ന് എഴുതുക. അപ്പൊ എക്സിന് എടുക്കാൻ പറ്റിയ വാല്യൂസ് നോക്കുക, അതിന്റെ പ്രോബിലിറ്റീസ് കണ്ടുപിടിക്കുക. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദ ഫോളോയിങ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട് 0, 1, 2, 3, 4, 5, 6, 7. അതിന്റെ ഓരോ എക്സിന്റെ പ്രോബിലിറ്റീസ് തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് 0, k, 2k, 3k, k square, 2k square, 7k square plus k. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് k കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എങ്ങനെ കണ്ടുപിടിക്കും? ഇതൊരു പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് കണ്ടീഷൻ എന്താണ്? ഒന്നാമത് എല്ലാ പ്രോബിലിറ്റീസും 0 ആയിരിക്കണം. രണ്ടാമത് ഈ എല്ലാ പ്രോബിലിറ്റീസും കൂടെ ആഡ് ചെയ്താൽ 1 കിട്ടണം. അവിടെ ഈ പ്രോബിലിറ്റീസ് ഏതൊക്കെയാണ്? 0, k, 2k, 3k, k square, 2k square, 7k square plus k. അപ്പൊ ഈ എല്ലാ പ്രോബിലിറ്റീസും കൂടെ ആഡ് ചെയ്താൽ ഈക്വൽ ടു 1 കിട്ടണം. അങ്ങനെ എഴുതുകയാണെങ്കിൽ സൊല്യൂഷൻ നോക്കാം. എന്താണ്? സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to 7 പി ഓഫ് എക്സ് എന്ന് പറയുന്ന 1 കിട്ടണം. എന്ന് വെച്ചാൽ k plus 2k plus 3k plus k square, 2k square plus 7k square plus k equal to 1. അപ്പൊ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. 10k square plus 9k minus 1 equal to 0. നമ്മൾ എഴുതുമ്പോൾ 10k minus 1 നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് k equal to kക്ക് 2 വാല്യൂ കിട്ടും. kക്ക് 1/10 കിട്ടും, k equal to -1 കിട്ടും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പൊ നിങ്ങൾ ഏത് വാല്യൂ എടുക്കുക? k equal to -1 എടുക്കാൻ പറ്റുമോ? കാരണം ഇവിടെ x equal to 1 കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബിലിറ്റി എന്താണ്? k ആണ്. അപ്പൊ k equal to -1 എടുക്കുമ്പോൾ ഇവിടെ പ്രോബിലിറ്റി എന്തായിട്ട് വരുന്നുണ്ട്? -1 ആയിട്ട്, നെഗറ്റീവ് ക്വാണ്ടിറ്റി വരുന്നുണ്ട്. പ്രോബിലിറ്റി എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവുമോ? അത് 0ന്റെ 1ന്റെ ഇടയിലുള്ള വാല്യൂ അല്ലേ? അപ്പൊ പ്രോബിലിറ്റി ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പൊ kക്ക് ഒരു നെഗറ്റീവ് നമ്പർ വരില്ല, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. k 1/10 ആയിരിക്കും. k equal to -1 is rejected since probability cannot be negative. ഇനി നമ്മളോട് പറഞ്ഞത് evaluate probability of x less than 6. x less than 6 ആവാനുള്ള പ്രോബിലിറ്റി. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? പ്രോബിലിറ്റി ഓഫ് x less than 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ പെടും? പ്രോബിലിറ്റി ഓഫ് x r-നേക്കാളും ചെറുതായ x-ന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? x equal to 0, x equal to 1, x equal to 2, x equal to 3, x equal to 4 and x equal to 5. ഇത്രയും ഒബ്സർവേഷൻസ് വരും അല്ലെ? ഇത്രയും റാൻഡം വേരിയബിൾ വരും. അതിന്റെ പ്രോബിലിറ്റികൾ എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഓഫ് x less than 6 എന്ന് പറയുന്നത് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് x equal to 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് x equal to 1 പ്ലസ് എക്സെട്ര പ്രോബിലിറ്റി ഓഫ് x equal to 5. 5 വരെ വരത്തുള്ളൂ. x less than 6 എന്നാ പറഞ്ഞത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നെങ്കിൽ നമുക്ക് 6 കൂടെ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. അപ്പം പ്രോബിലിറ്റി ഓഫ് x equal to 0 എന്താണ്? 0 ആണ് അല്ലെ? തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് x equal to 1 എന്താണ്? k എന്നാണ് തന്നിരിക്കുന്നത്. k നമ്മൾ കണ്ടുപിടിച്ച് 1/10 ആണ്. അപ്പം എന്ത് വരും? 1/10 വരും. പ്രോബിലിറ്റി ഓഫ് x equal to 2 എന്ന് പറഞ്ഞാൽ 2k ആണ്. 2k എന്ന് പറഞ്ഞാൽ 2/10. പിന്നെ 3 കറസ്പോണ്ടിങ് ആയിട്ട് 2k 2/10, 4 കറസ്പോണ്ടിങ് ആയിട്ട് 3k 3/10, 5 കറസ്പോണ്ടിങ് ആയിട്ട് k സ്ക്വയർ 1/10 സ്ക്വയർ 1/100. ആഡ് ചെയ്യുമ്പോൾ 81/100 വരും. ഇനി ഈ പ്രോബിലിറ്റി ഓഫ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറയുമ്പോൾ ഏതാ വരിക? x equal to 6 ആവാനുള്ളതും x equal to 7 ആവാനുള്ളതും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറയുമ്പോൾ 6 ഇൻക്ലൂഡ് ചെയ്യും പ്ലസ് 7. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 0 മുതൽ 5 വരെയുള്ള പ്രോബിലിറ്റീസ് ആയിരുന്നു അല്ലെ? ഇത്രയും പ്രോബിലിറ്റി ആഡ് ചെയ്തായിരുന്നു.
ഇനി കണ്ടുപിടിക്കാനുള്ളത് ഈ 6ന്റെ 7ന്റെ ആണ്. നമ്മൾ പറഞ്ഞു മൊത്തം പ്രോബബിലിറ്റി 1 ആയിരിക്കും. അതിൽ നമ്മൾ 0 to 5 കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 6 കണ്ടുപിടിക്കാൻ 1 മൈനസ് എന്ത് ചെയ്താൽ മതി? മോളി കണ്ടുപിടിച്ച 81/100 മൈനസ് ചെയ്താൽ മതി. എന്ത് കിട്ടും? 19/100. ഇനി പറഞ്ഞ എന്താ? പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. 0 മുതൽ 5 വരെയുള്ള എക്സിന് 0ന്റെ 5ന്റെ ഇടയിൽ വാല്യൂസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അവിടെ 0 ലെസ് ദാൻ എക്സ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, 0 ഇൻക്ലൂഡ് ആവില്ല. പിന്നെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, സോ 5 ഇൻക്ലൂഡ് അല്ല. ഇടയിലുള്ള 1, 2, 3, 4 ഇതിന്റെ പ്രോബബിലിറ്റീസേ ഉള്ളൂ. ബസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 എന്താണ്? ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4. ആഡ് ചെയ്യുമ്പം 4/5 വരും. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഗ്രേറ്റർ ദാൻ 1/2 ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് സി ആൻഡ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഗ്രേറ്റർ ദാൻ 1/2 ആണെങ്കിൽ ആ സി എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഗ്രേറ്റർ ദാൻ 1/2 ബൈ ട്രയൽ ആൻഡ് എറർ നമ്മൾ എന്താണ്? സി ഈക്വൽ ടു 4 എന്ന് എടുക്കും. അപ്പം ഇവിടെ അറിയാം നമുക്ക് നമ്മളിങ്ങനെ ബൈ ട്രയൽ ആൻഡ് എറർ ആണ് ഇങ്ങനെ കണ്ടുപിടിക്കുക. നമ്മളിപ്പോ ആദ്യം എക്സിനുള്ള ഇവിടെ പോസിബിൾ വാല്യൂസ് എന്തൊക്കെയാണ്? 1, 2, 3, 4. അപ്പൊ 1 എടുക്കുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എടുക്കുമ്പോൾ 0 തന്നെ വരിക. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എടുക്കുമ്പോൾ 1/10 വരുന്നുള്ളൂ, 1/2ന്റെ അടുത്ത് എത്തുന്നില്ല. പിന്നെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരുമ്പോ എന്ത് വരും? 1/10 പ്ലസ് 2/10. 1/10 പ്ലസ് 2/10 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3/10 വരുന്നുള്ളൂ, എന്നാലും 1/10 എടുത്തുന്നില്ല. ഈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ 1/10 2/10 പ്ലസ് 2/10 5/10 വരുന്നത്. അപ്പൊ 1/2ന്റെ അടുത്ത് എത്തി അല്ലേ? അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പൊ 4 വരെ എടുത്താലേ ഗ്രേറ്റർ ദാൻ 1/2. ഇവിടം വരെ ഇത്രയും പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ ഇതിൽ കൂടുതൽ കിട്ടണമെങ്കിൽ ഈ 4ഉം കൂടെ എടുക്കണം. മിനിമം വാല്യൂ 4ഉം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ ഗ്രേറ്റർ ദാൻ 1/2 ആവുള്ളൂ. അപ്പൊ ആ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. നമ്മളോട് പറഞ്ഞ എന്താണ്? ഡിറ്റർമൈൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറയാണ്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതാൻ നോക്കാം. ഏതൊക്കെ വാല്യൂസ് ആണ്? 0, 1, 2, 3, 4, 5, 6, 7 ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഫസ്റ്റ് നമ്മുടെ എക്സിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 0 തന്നെയാണ്. 0നേക്കാളും ചെറുതായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ 0. പിന്നെന്താണ്? 1. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ 0യും പെടും 1ഉം പെടും. 0ന്റെ പ്രോബബിലിറ്റി 0 തന്നെ. 1ന്റെ പ്രോബബിലിറ്റി എന്താണ്? k എന്ന് വെച്ചാൽ 1/10. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ 0 പെടും 1 പെടും 2 പെടും എന്നുവെച്ചാൽ 3k വരും. 3k എന്ന് പറഞ്ഞാൽ 3/10. പിന്നെ 3 വരുമ്പോൾ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ 5k വരും. 5/10. ഇതുപോലെ ഇങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് ലാസ്റ്റത്തെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പം എഫ് ഓഫ് എക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. ആദ്യത്തെ ഫസ്റ്റ് ഒബ്സർവേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് 0യും ലാസ്റ്റ് ഒബ്സർവേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് 1ഉം കിട്ടണം. ഇങ്ങനെ ഓരോ പ്രോബബിലിറ്റിയും ക്യുമുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതുക. ഇതുപോലെ പ്രോബ്ലംസ് കുറെ ചെയ്ത് പഠിക്കുക കേട്ടോ. പ്രോബ്ലംസ് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരുന്നുണ്ട്, അപ്പോൾ അത് ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്താണെന്ന് പറയുന്നത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞില്ലേ, ആ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഒരു ഇന്റർവെല്ലിൽ വാല്യൂസ് ആണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ അതിനെ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. നമുക്കിങ്ങനെ എന്താണ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. x1, x2, എക്സെട്ര ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഇന്റർവെല്ലിലെ വാല്യൂസ് അസ്യൂം ചെയ്യാം. ഇതിനെയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. A random variable x is said to be continuous if it can take all possible values between certain limits. In other words, a random variable is said to be continuous when its different values cannot be put in one-to-one correspondence with the set of positive integers.
അപ്പൊ ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റീസിനെയാണ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ആ പ്രോബിലിറ്റീസിനെയാണ് നമ്മൾ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്താണ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആണെന്ന് പറഞ്ഞു. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒരു x1, ഒരു x2, ഒരു x3 അങ്ങനെ എഴുതാൻ പറ്റും. പക്ഷെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ നമ്മൾ x എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലിന്റെ ഇടയിലാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പൊ x ലൈസ് ബിറ്റ്വീൻ 0 to infinity അല്ലെങ്കിൽ x ലൈസ് ബിറ്റ്വീൻ 1 to 2. അപ്പം നമ്മൾ ഇവിടെ പ്രോബിലിറ്റിന്റെ വാല്യൂസ്, പ്രോബിലിറ്റി ഇന്ന വാല്യൂസ് എന്ന് പറഞ്ഞല്ല കൊടുക്കുക, പകരം പ്രോബിലിറ്റിനെ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട്, എന്ന് വെച്ചാൽ 1 ഇപ്പം 0 to ഇൻഫിനിറ്റിയിൽ, ഇപ്പം എക്സിന്റെ വാല്യൂ 0 to ഇൻഫിനിറ്റിയിലാണെങ്കിൽ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ, പ്രോബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. അല്ലാതെ ഇവിടെ നമുക്ക് ഇങ്ങനെ x1, x2 അങ്ങനെ എഴുതാൻ പറ്റില്ല. നമുക്കൊരു ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് അവിടെ കൊടുക്കുക. നോക്കാം, പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. കൺസിഡർ ദ സ്മോൾ ഇന്റർവെൽ x plus dx of length dx round the point x. Let f of x be any continuous function of x so that f of x dx represent the probability that x falls in the infinitesimal interval x plus dx. അപ്പൊ ആ ഒരു ചെറിയ ഇന്റർവെല്ല് dx എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്മോൾ ഇന്റർവെല്ലിനെയാണ്, സ്മോൾ ലെങ്തിനെയാണ് dx സൂചിപ്പിക്കാം. അപ്പൊ x plus dx എന്ന് പറയുന്ന ഒരു സ്മോൾ ഇന്റർവെല്ലില് x വീഴാനുള്ള ആ പ്രോബിലിറ്റിയെയാണ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ എഫ് ഓഫ് എക്സ് വെച്ചിട്ടാണ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്താണ് എഫ് ഓഫ് എക്സ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഗ്രാഫ് നോക്കുക. ഇവിടെ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് വാല്യൂസും എക്സ് വാല്യൂസും വൈ ആക്സിൽ ആ പ്രോബിലിറ്റീസും എഴുതുന്നതിനാണ് ഇത് നമ്മൾ എന്താ പറയുന്നത് പ്രോബിലിറ്റി കർവ് എന്ന് പറയും. ഇതുപോലെ എക്സ് വാല്യൂസ് റാൻഡം വേരിയബിൾസും വൈ വാല്യൂസിൽ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസും എഴുതുന്നതിനെ പ്രോബിലിറ്റി കർവ് എന്ന് പറയും. ഈ ഒരു ഇന്റർവെല്ലില്, ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഇന്റർവെല്ലില് എക്സ് ആ ഒരു ഇന്റർവെല്ലിൽ വീഴാനുള്ള പ്രോബിലിറ്റിയാണ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. In the figure, f of x dx represent the area bounded by the curve y equal to f of x, x-axis, and the coordinates at the points x and x plus dx. The function f of x obtained or defined is known as probability density function or simply density function of random variable x and is usually abbreviated as PDF. Probability density function നമ്മൾ സാധാരണ PDF എന്നാണ് വിളിക്കാം. The expression f of x dx usually written as df of x, differential of distribution function. Distribution function എന്താണെന്ന് പറഞ്ഞു. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഡെൻസിറ്റി ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഡെൻസിറ്റി ഫംഗ്ഷൻ. is known as probability differential and the curve y equal to f of x is known as the probability density curve or simply probability curve. ഈ കർവിനെയാണ് probability curve എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നമ്മൾ ഇതാണ് ഇങ്ങനെ എഴുതിയാൽ നമ്മൾ എന്താ പറയാ ഡിഫറൻഷ്യലിന്റെ ഡെഫിനിഷൻ തന്നെയാണ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെതും. അപ്പൊ ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. PDF f of x of the random variable x is defined as f of x equal to limit delta x tends to 0 probability of x less than or equal to x less than or equal to x plus b delta x by delta x. ഇതെന്താ മീൻ ചെയ്യുന്നത്? ഡെൽറ്റ എക്സ് വളരെ സ്മോൾ ആകുമ്പോൾ എക്സിന്റെയും എക്സ് പ്ലസ് ഡി എക്സിന്റെയും ഇടയിൽ വീഴാനുള്ള പ്രോബിലിറ്റി, അതാണ് ഡെൻസിറ്റി ഫംഗ്ഷൻ. The probability density function of a random variable x usually denoted by f of x or simply by f of x has the following properties. നമ്മൾ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ പറഞ്ഞു, അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റീസ് ആയിരുന്നു. പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റീസ്. ആ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. എല്ലാ പ്രോബിലിറ്റീസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം, സമ്മേഷൻ p of x ഈക്വൽ ടു 1 ആവണം. സിമിലർലി ഇവിടെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അവിടെ പറഞ്ഞ പോലെ തന്നെ പ്രോബിലിറ്റീസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അവിടെ നമ്മൾ പറഞ്ഞു സമ്മേഷൻ p of x ഈക്വൽ ടു 1 ആയിരുന്നു പറഞ്ഞു. അവിടെ സമ്മേഷൻ കാരണം അവിടെ പോയിന്റ്സ് ആയിരുന്നു, ഓരോ പെർട്ടിക്കുലർ പോയിന്റ്സ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ് വേണ്ടത്. കാരണം ഇവിടെ എന്താണ് ഒരു കർവ് ആണ്, ഒരു കർവിലാണ് ഡിഫൈൻ ചെയ്യാം. സോ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് 1 ആയിരിക്കണം. ഇതാണ് മെയിൻ രണ്ട് പ്രോപ്പർട്ടീസ്, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1.